പതിവ് പോലെ നമ്മുടെ റെഡ് കാർപ്പറ്റും ആഘോഷത്തിന്റെ നിറവിലാണ്. പുതിയ പ്രതിഭകളെ കൈപിടിച്ചുയർത്തുന്ന റെഡ് കാർപ്പറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്നത്തെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ അതിഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് പേരാണ്. ഒരാൾ ഒരു അഭിനേത്രിയാണ്, ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. മറ്റൊരാൾ ഒരു നടനാണ്, ഒരു പ്രൊഡ്യൂസറാണ്, ഒരു മീഡിയ പേഴ്സണാലിറ്റിയാണ്. എന്തായാലും ഇന്നത്തെ ആഘോഷത്തിൽ ഇവർ രണ്ടുപേരും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സോ ലെറ്റ്സ് വെൽക്കം ആൻ അഗസ്റ്റിൻ ആൻഡ് വിജയ് ബാബു. കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈസ്റ്ററിന്റെ ആഘോഷവും വിഷു ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു ക്ഷീണത്തിൽ നിൽക്കുന്നതാണ്. കാരണം നിങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ച ആഘോഷമാണല്ലോ. 2 വർഷം കഴിഞ്ഞിട്ടല്ലേ ആഘോഷം. അതെ, അപ്പൊ അതുകൊണ്ട് നന്നായി തന്നെ ആഘോഷിച്ചു. അത്യാവശ്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടത്. ഈ കുട്ടി എന്താ ഇത്ര പാവമായിട്ട് നിൽക്കുന്നത്? സാധാരണ ഇങ്ങനെ അല്ലല്ലോ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് വിടാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇവർക്കുള്ള കസേരകൾ കൊടുത്തിട്ട് ഇവരെ ഇരുന്ന് സമാധാനമായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ. എനിക്കാണെങ്കിൽ ഇന്ന് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പ്രത്യേകിച്ച് താങ്കളോട്. ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈസ്റ്ററും വിഷുവും ഒക്കെ ആഘോഷിച്ചത്. അപ്പോ കൊല്ലത്തെ ഈസ്റ്റർ ആഘോഷവും കോഴിക്കോടത്തെ ഈസ്റ്റർ ആഘോഷവും ഒക്കെ എങ്ങനെയായിരുന്നു? പണ്ട് ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈസി, സ്കൂൾ അവധിയുള്ള സമയമാണല്ലോ. അതുകൊണ്ട് അത് മൊത്തത്തിലൊരു സെലിബ്രേഷൻ ടൈമാണ്. അതായത് മാർച്ചിൽ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഈ ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഈ 2 മാസവും എനിക്ക് ഭയങ്കര, എനിക്കെന്നല്ല സാധാരണ 90s അല്ലെങ്കിൽ കിഡ്സിന് ഭയങ്കര ഹാപ്പി മന്ത്സ് ആണ്. സ്കൂൾ 90s സ്കൂളിൽ പഠിച്ച കാര്യം പറഞ്ഞ. പിന്നെ മെയിൽ എന്റെ ബർത്ത്ഡേയും കൂടാണ്. അപ്പൊ ഈ ഏപ്രിൽ തൊട്ട് അതിന്റെ എക്സൈറ്റ്മെന്റ് തുടങ്ങുകയും ഈസ്റ്റർ എന്ന് വിഷു എന്നുള്ളതല്ല, മൊത്തത്തില് ഇറ്റ്സ് എ സെലിബ്രേഷൻ ടൈം ഫോർ ഓൾ ഓഫ് അസ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വർഷം 2 വർഷത്തിന് ശേഷം സിനിമകൾ ഓപ്പൺ ആവുന്നു. അതിന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. നല്ലപോലെ കളക്ട് ചെയ്യുന്നു സിനിമ. അപ്പൊ ആളുകൾ തിയേറ്ററിലേക്ക് കാണുന്ന ഒരു സന്തോഷം, അതൊക്കെ തന്നെയാണ് സെലിബ്രേഷൻ, ഏറ്റവും വലിയ സെലിബ്രേഷൻ. എന്തായിരുന്നു ഈസ്റ്റർ സ്പെഷ്യൽ? ഞാൻ ഭയങ്കര റിലീജിയസ് ആണ്. നോമ്പൊക്കെ എടുക്കുന്നുണ്ടോ? നോമ്പെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് എടുക്കില്ല, പക്ഷേ രാവിലെ എന്തെങ്കിലും ഇഷ്ടമുള്ള, ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം വേണ്ടെന്ന്. സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ് അതൊക്കെ ഒഴിവാക്കി. ഇതിൽ ആരാ ഇന്റർവ്യൂ ചെയ്യണം? അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഭയങ്കര റിലീജിയസ് ആണ്. അതായത് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ കലൂർപ്പള്ളി പോയി മെഴുകുതിരി കത്തിക്കും. ഓ, അത് ശരി. പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അതിന്റെ അർത്ഥം റിലീജിയസ് ആണല്ലോ. അല്ല, എന്നാലും ഈ നോമ്പൊക്കെ എടുക്കുക, പറഞ്ഞ പോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ത്യജിക്കാനുള്ള ഒരു മനസ്സൊക്കെ ഭയങ്കര ആനെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നില്ല. ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ഈസ്റ്റർ എന്താ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഈസ്റ്റർ എന്താണ്? എന്താ ഈസ്റ്റർ? ഇതിൽ ഞാൻ എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്തത്? സോ എന്റെ സെലിബ്രേഷൻ ഇസ് യൂഷ്വലി ഇല്ല വിജയന്റെ ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ ചെയ്യും. വിജയുടെ ക്വസ്റ്റ്യൻ അല്ല, എന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈസ്റ്റർ എന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഈസ്റ്റർ എന്തിനാ സെലിബ്രേറ്റ് ചെയ്യണമെന്നോ? എന്നാണ്? ഏപ്രിൽ അല്ല, എന്തിനാണ്? എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ്, അതിന്റെ പിന്നിലുള്ള ആ ഒരു ചരിത്രം. ഇത് എന്തിന്റെ റിലീജിയസ് ക്ലാസ് പോലെ ഇരിക്കണു. സോ ദർ ഇസ് ഗുഡ് ഫ്രൈഡേ തൊട്ട് ജീസസ് മരിച്ച ദിവസം, നമ്മൾക്ക് വേണ്ടി ജീവൻ ഇതാക്കിയ ദിവസം. അത് തൊട്ടിട്ട് ജീസസ് ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് ഈസ്റ്റർ. അങ്ങനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ക്ലാസ്സിൽ പോലും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല ആരും. അതെ. അപ്പൊ നിങ്ങളുടെ ഈ കോഴിക്കോട് സമയത്ത് അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഭക്ഷണവും അങ്ങനത്തെ ആൾക്കാരാണല്ലോ. അപ്പൊ നിങ്ങളുടെ വീട്ടിലത്തെ ഈസ്റ്ററിന് മറ്റേ അപ്പം, മട്ടൻ, സ്റ്റൂ, ചിക്കൻ, ബീഫ്, അങ്ങനെയൊക്കെ? അപ്പം സ്റ്റൂ ആണ് എപ്പോഴും ഈസ്റ്റർ രാവിലത്തെ ഭക്ഷണം. പക്ഷെ അത് അച്ഛനൊക്കെ ഉണ്ടായിരുന്നപ്പം കുറച്ചും കൂടെ നന്നായിട്ട് ആഘോഷിച്ചിരുന്നു. ഇപ്പം അങ്ങനെയില്ല. അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ചെറിയ തോതിൽ പള്ളിയിൽ പോവും എന്നൊക്കെ അല്ലാണ്ട് വേറെ അത്രയും ഇതൊന്നുമില്ല. പിന്നെ ഇപ്പം ബാംഗ്ലൂർ ആകുമ്പം എൻ്റെ ആൻറ്റി, എൽസ ആൻറ്റിയും അങ്കിളൊക്കെ ഉണ്ട്. അപ്പം അവരുടെ കൂടെ പോയി സെലിബ്രേറ്റ് ചെയ്യും. ഈ അച്ഛനുമായിട്ടുള്ള വിജയേട്ടൻ കണ്ടിട്ടുണ്ടോ? ആക്ച്വലി കണ്ടതിനേക്കാൾ കൂടുതൽ കേട്ടിട്ടുണ്ട്. വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ അച്ഛനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എനിക്ക് ഐ നോ ഒരു 100-ൽ പരം കഥകൾ അച്ഛനെ കുറിച്ചുള്ള. ഫുഡിന്റെ കാര്യം പറയുമ്പോഴും ഒരു ഫുഡിന്റെ കഥ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ആംബുലൻസിൽ വരുമ്പോൾ
സോ പുള്ളിക്കാരൻ ഭയങ്കര ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു എന്നൊക്കെ ബെറ്റർ ദാറ്റ് ഷീ സേസ് ഞാൻ പറയുന്നതിനെക്കാട്ടിലും. അച്ഛൻ എപ്പോഴും കോഴിക്കോടാണ് ഭയങ്കര. അച്ഛൻ എല്ലാരെയും വിളിച്ച് വീട്ടിൽ സൽക്കരിക്കാനും ഇഷ്ടമാണ് അങ്ങനെ. അപ്പം അച്ഛന് ലാസ്റ്റ് ഡേയ്സിൽ ഹോസ്പിറ്റലിന് അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമായിരുന്നു കാലിക്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവരണം ആംബുലൻസിൽ. അപ്പം ആംബുലൻസ് അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് ഒരു സ്ഥലത്ത് അച്ഛന് ഒരുപാട് ചെറിയ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഈറ്റ് ഫ്രം നമ്മൾ പേരറിയുന്ന സ്ഥലങ്ങളല്ല, കൊച്ചു കൊച്ചു ചില പോക്കറ്റ്സ് അവിടെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് പുള്ളിക്കാരന്. അതെ, ചെറിയ കട, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും അവിടുത്തെ ഭക്ഷണങ്ങൾ. അപ്പം അച്ഛനൊരു ചെറിയ ആംബുലൻസിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനൊരു ചെറിയൊരു കടയിൽ ഒരു കുറ്റിപ്പുറത്ത് അവിടെ എവിടെയുള്ള ഒരു ചെറിയ കടയിൽ അച്ഛൻ നിർത്താൻ പറഞ്ഞു ആംബുലൻസ്. അപ്പൊ എന്തിനാന്ന് ആർക്കും മനസ്സിലാവില്ല. അമ്മയുണ്ട് കൂടെ, ഡ്രൈവറിനുണ്ട് ആംബുലൻസിന്റെ. എന്താ ചേട്ടാ ഇല്ല, എനിക്ക് ഇവിടുന്ന് അപ്പവും സ്റ്റൂവും വേണ്ടി. അപ്പൊ എപ്പോഴും അച്ഛൻ അങ്ങനെയായിരുന്നു. അത് എനിക്കൊന്ന് ലാസ്റ്റ് മന്ത് അവസാനത്തെ മാസം അങ്ങനെയായിരുന്നു. അപ്പം വിജയ് കണ്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, വിജയ് അച്ഛൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയില്ല, ആ ഒരു ടൈമിൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ ചേട്ടനൊക്കെ ചിലപ്പോ അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ചൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും ആ സമയത്ത് ഞാൻ സിനിമയിലില്ല. സോ ആ സമയത്ത് പിന്നെ എന്ത് ചെയ്യായിരുന്നു? ആ സമയത്ത് നിങ്ങളെ പോലെയുള്ളവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അത് പറയുമ്പോഴാണ് ഒരു കാര്യം പറയണ്ടത്. അതായത് ഞങ്ങൾ വന്നൊരു റിയാലിറ്റി ഷോയിൽ ഇദ്ദേഹമായിരുന്നു എന്നെയൊക്കെ ഓഡീഷൻ ചെയ്ത് സെലക്ട് ചെയ്തത് വിജയ് ബാബു സാറാണ്. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും, സാർ എന്താണ് പറയുന്നത്, അടുത്തത് എന്താണ്, വന്ന് ഭയങ്കര പേടിപ്പിക്കലും, അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചതെന്നൊക്കെ പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ്. ഇപ്പം ശ്വാസിക തന്നെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാറുണ്ടെന്ന്. ഹോൾ വേൾഡ് നോസ് ചാനലിലായിരുന്നു. പല ചാനലുകളിൽ കഷ്ടപ്പെട്ട് നിറഞ്ഞാടി കഷ്ടപ്പെട്ട് എങ്ങനെ വന്നു. ആൻഡ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നത് അല്ലേ? ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പറയുന്ന കഥയാണോ? അതെല്ലാവർക്കും അറിയുന്ന കഥയൊന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതില് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് ഒറ്റ സിനിമയുള്ളൂ. അതായത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നോന്നല്ല, അത് കഴിഞ്ഞ് വേറെ എങ്ങോട്ടോ ഒക്കെ പോയിട്ട് ഇപ്പൊ ആ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നത് സ്വന്തം, അതായത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ അതോ എനിക്ക് അഭിനയിക്കണം ഈ ക്യാരക്ടർ? അല്ല, അന്ന് നമുക്ക് അഭിപ്രായം പറയാനുള്ള ഏജ് ഒന്നും ആയിരുന്നില്ല. പിടിച്ചു നിർത്തി ഇത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം അത് പക്ഷെ ആ സിനിമയിൽ, എൻ്റെ അച്ഛൻ ചെയ്ത സിനിമയിൽ വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ സിനിമ എന്ന ഈ അത്ഭുത ലോകം, ക്യാമറ, ലൈറ്റ്സ്, ചിലപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടാക്കാം. അതുകൊണ്ടായിരിക്കും വീണ്ടും സിനിമയിലേക്ക് വരണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 28 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വന്നത് അല്ലേ? അല്ലല്ല, ഇപ്പൊ സിനിമയിൽ വന്നിട്ട് ഇത് 8th ഇയർ ആണ് ഓൾറെഡി. അഭിനയവും 8th സെയിം ആണ്. ഓൾമോസ്റ്റ് സെയിം ടൈമിലാണ് പ്രൊഡക്ഷനും അഭിനയവും എല്ലാം തുടങ്ങിയത്. ആ സിനിമയുടെ പേര് സൂര്യൻ എന്നായിരുന്നു. സൂര്യൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ ചെയ്തു? അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ പോയി, പിന്നെ കോളേജിൽ പോയി, പിന്നെ മീഡിയയിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. സോ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ബോംബെയിലാണ്. അവിടെ നിന്ന് പിന്നെ ദുബൈയിൽ പോയി. ദുബൈയിലും ചാനൽസ് ആണ്. അങ്ങനെ ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളം ചാനലിലേക്ക് വരുന്നത്. മലയാളം ചാനലിലേക്ക് വന്ന് പിന്നെ നാട്ടിലേക്ക് വരുന്നു. ഇവിടെയും 2 മലയാളം ചാനൽസിന്റെ ഒന്നിന്റെ COO ആയിരുന്നു, ഒന്നിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബിഗ് ബ്രേക്ക് എന്ന ഷോ ഒക്കെ വരുന്നത്. അതൊക്കെ ഒരു ഷോ ആണ്. ആ ഷോയെ കുറിച്ച് ചേട്ടന്റെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം എന്താണ്? അതിൽ വന്ന കുട്ടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഷോ വർക്കായില്ല, കുട്ടികളൊക്കെ വർക്കായി. അത് മതി, അത് പോട്ടെ. ഷോ വർക്കായില്ല, കുട്ടികളൊക്കെ സൂപ്പർ ആയിരുന്നു. അതെ, എന്ന് അറിയപ്പെടുന്ന 3 നായികമാർ അതിൽ നിന്ന് വന്നിട്ടുള്ളത്. ചാന്ദിനി, അനുശ്രീ, ശ്വാസിക, 1 2 3 അല്ലേ? അപ്പൊ ചേട്ടൻ അതായത് ജഡ്ജ് ചെയ്ത് ഒരാളെടുത്ത് തെറ്റിയില്ല എന്നുള്ള അഭിമാനത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാം. ജഡ്ജ് ചെയ്ത് എടുത്തല്ലോ, ട്രെയിൻ ചെയ്ത് ഗ്രൂം ചെയ്ത് പ്രൊമോട്ട് ചെയ്തലാണ്. വരുന്ന പോലെ അന്ന് വന്ന പോലെ നമുക്ക് ഇറക്കി വിടാൻ പറ്റില്ല. ഫോട്ടോഷൂട്ട്സ് ഒക്കെ അന്നാണ് നമ്മൾ ആദ്യമായിട്ട് പല പല കോസ്റ്റ്യൂംസും ഹെയർ ഒക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഫോട്ടോസ്. അപ്പൊ ഇദ്ദേഹം എല്ലാം അവിടെ വന്നത് അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കും. എന്താ നല്ല ഓർമ്മകളായിരുന്നു ഒരു 4-5 മാസം. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു ഗെയിമിലേക്ക് പോകാനുള്ള ഒരു സമയം അടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട ഒരു സിമ്പിൾ ഗെയിമാണ്. നമ്മൾ എപ്പോഴും പണ്ടൊക്കെ കളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടാവും. വിഷ്വൽ ഗെയിമാണ്. സിനിമ ഐഡന്റിഫൈ നിങ്ങൾക്ക് പറ്റും, കാരണം ഇതിങ്ങനെ ഓരോരോ വിഷ്വൽസ് കാണുമ്പോൾ ഇതായിരിക്കും, ഇത് ഇങ്ങനെ ആയിരിക്കും, അത് കണക്ട് ചെയ്യുമ്പോൾ. അതാണ് എനിക്ക് ശീലമുണ്ട്, ചോദിച്ചോളൂ. കുഴപ്പമില്ല. ചേട്ടന് തോറ്റ് ശീലമില്ല എന്നല്ല, തോറ്റോളൂ.
ആൻ തന്നെ എല്ലാം ചെയ്ത്. അല്ല ആദ്യം ആനിന് കൊടുക്കും പിന്നെ ഓ, അങ്ങനെയാണോ? ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാം. അതെ, നമ്മൾ ഒരു ആർക്ക് ആദ്യം കിട്ടണ വീൽ സേ ദാറ്റ്. അതാ ബെറ്റർ. അതായത് ആദ്യം ഒരു വിഷ്വൽ കാണിക്കും, ആദ്യം ആര് ആൻസർ പറയുന്നു അവര് അത്രേ ജയിച്ചു. ഉള്ളൂ. ഓ അങ്ങനെ ആ, വേണം. അതല്ലേ നല്ലത്. വേണോ? അത് മതി. അതല്ലേ നല്ലതെന്ന് പറഞ്ഞപ്പോ എവിടെ ഒരു ലാലേട്ട് കയറി വന്നു. അത് ഒന്നും പറയല്ല. ലാലേട്ടനോട് കൂടി എല്ലാരും ലാലേട്ടനായി പോകും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ഗെയിം ഒന്ന് സെറ്റ് ചെയ്യാം. ആൻഡ് ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമ്മാനം തരും. ആൻഡ് തോറ്റു കഴിഞ്ഞാൽ ചെറിയൊരു പണിഷ്മെന്റ് ഉണ്ട്. വിജയ് ഞാൻ ചെയ്യട്ടെ കുഞ്ഞു പണിഷ്മെന്റ്, അതായത് ഇത്തിരി പോകുന്ന ഒരു പണിഷ്മെന്റ്. തോക്കില്ല. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ. നോക്കാം ആരാണ് ഗെയിം എന്താന്ന് പറയാ. ഗെയിം അതായത് ഞാൻ ഇവിടെ വിഷ്വലിൽ കുറച്ച് സംഭവങ്ങൾ കാണിക്കും, എന്തെങ്കിലും പടം. ആ ഹിൻസ് വെച്ചിട്ട് നിങ്ങൾ അത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സിനിമ, എക്സാമ്പിൾ ഇപ്പൊ മണി, ചിത്ര, താഴ് എന്നുള്ള വിഷ്വൽസ് കാണിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയണം. ഞാൻ പിന്നെ ക്ലൂ തരും. മത്സരത്താഴ് ഉണ്ടാവില്ല, കാരണം അത് നമ്മൾ പണ്ട് കുഞ്ഞിലെ മുതൽ കളിക്കുന്നുണ്ട്. അത് ഉണ്ടാവില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. സിനിമയുടെ പേരല്ല, ആ സിനിമയിൽ വരുന്ന പ്രധാനപ്പെട്ട സീനിൽ വരുന്ന ചില ഒബ്ജക്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില അങ്ങനത്തെ നമുക്ക് കണക്ട് ആവും പെട്ടെന്ന്. ഓ, ഈ സിനിമയിലായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് എന്നൊക്കെ. അങ്ങനെ പല ഹിൻസ് നമ്മൾ തരും. ലാസ്റ്റ് ഞാൻ ചോദിക്കുമ്പോൾ മാത്രം ആൻസർ പറഞ്ഞാൽ മതി. ചിലപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ചിലപ്പോൾ രണ്ടാമത്തേല്, ചിലപ്പോൾ മൂന്നാമത്തേല്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ആ ഒബ്ജക്റ്റിന് ആ സിനിമയായിട്ട് ഒരു ബന്ധം ഉണ്ടാവും, തീർച്ചയായിട്ടും ബന്ധം. ഷൂസും കൂളിംഗ് ഗ്ലാസും ഒന്നും കാണിച്ചിട്ട് ഇല്ല അങ്ങനെയില്ല. ചിലപ്പോൾ ഷൂസ് ഉണ്ടാവും ആ സിനിമയിൽ, ഭയങ്കര ഷൂസ് ആയിട്ട് നായകൻ എപ്പോഴും, നായകനല്ല മറ്റേ ക്യാരക്ടർ റോൾ ഇങ്ങനെ എപ്പോഴും തീരുമ്പോ തീരും, അങ്ങനെയൊക്കെ. ആവണോ? ഓക്കെ, അപ്പൊ ആദ്യത്തെ വിഷ്വൽ നോക്കാം. ആദ്യത്തെ ക്ലൂ, തേങ്ങ ചിരണ്ടുന്ന സാധനം. അതിന്റെ പേര് ചിരവ. ഈ ചിരവ കാണുമ്പോൾ ഒരു സിനിമയിൽ ഈ ചിരവ ഇങ്ങനെ ഭയങ്കര ഇതാണ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഈ ചിരവ, ഓ ചിരവയാണ് ഇതിനകത്ത്. ചിരവ കൊണ്ട് ആരെങ്കിലും തലക്കടിച്ച് അല്ല, തമാശയാണ്. ഈ സിനിമ ഫുൾ തമാശയാണ്. ആണോ? നെക്സ്റ്റ് ക്ലൂ കാണുമ്പോൾ മനസ്സിലാവും ചിലപ്പോ. റീത്ത് അല്ലെങ്കിൽ ബൊക്കെ എന്നൊക്കെ പറയുന്ന പോലെ. റീത്ത് അല്ലെങ്കിൽ ബൊക്കെയോ? അല്ല, റീത്ത്. ആ സിനിമയിൽ ഇതുണ്ട് ഒരു സീനില്. ഒരു അടുത്തത് വരട്ടെ. ചെരവ റീത്ത്. ചെരവയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം ഒരു നായകൻ കൊണ്ടുവരുന്നത്. ഓ, ഇതിൽ ചെരവയായിരുന്നു, നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അടുത്ത ക്ലൂ കൂടി കണ്ടിട്ട് ആന്ന് പറഞ്ഞാൽ മതി, തെറ്റി പറയരുത്. സദ്യയാണ് ഈ സിനിമയിൽ, അല്ലെങ്കിൽ ഈ ഇതിലെ ഹീറോ ആരാന്ന് പറഞ്ഞോ? അയ്യടാ, ദിലീപാണ്. അതെ, കല്യാണരാമൻ. കറക്റ്റ്. അപ്പൊ ചേട്ടൻ അറിയായിരുന്നു. ഞാൻ പേര് ആലോചിക്കാതിരിക്കായിരുന്നു. പറഞ്ഞു, ആൻ കേറി പറഞ്ഞു ചെരവയാണ് എന്ന് പറഞ്ഞപ്പോ ഇൻട്രോ തന്നെ ചെരവ വയലിൻ അതിൽ കൊണ്ടുവരും. ഇതാണ് ഞങ്ങളുടെ കോമ്പിനേഷൻ. ഞാൻ ഇട്ട് കൊടുക്കും, പുള്ളിക്കാരി. അതാണ്. പക്ഷെ പോയിന്റ് പുള്ളിക്കാരിക്ക്, സമ്മാനം പുള്ളിക്കാരിക്ക്, പണിഷ്മെന്റ് ഇവിടെ. ഇപ്പം മറഡോണ ഗോൾ അടിച്ചാലും അത് ബോൾ പാസ് ചെയ്ത് കൊടുത്ത ആരാന്ന് നോക്കണ്ടേ? അതേപോലെ ഞങ്ങൾ നോക്കില്ല. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് വിഷ്വൽ ആണ്. അതും ഇതേപോലെ തന്നെ ചാടി കയറി ആൻസർ പറയണം. നോക്കാം. ഹോമം. ഹോമാണോ? അല്ല, ഹോമല്ല. അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ സിനിമയിൽ ഈ ഇങ്ങനത്തെ ഒരു ചടങ്ങ്, ഒരു ഹോമമാണ് മെയിൻ ഹോമമാണ്. ഹൊറർ പടാ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അടുത്ത ക്ലൂ വരട്ടെ. മണി. ഹോമം, മണി, 3 മണി. അത് മണി, ഹോമം എന്നൊക്കെ പറയുമ്പോ വേറെ എന്തോ. അടുത്ത ക്ലൂ കൂടെ തന്നോ? ഇത് നിങ്ങക്ക് മണി കണ്ടിട്ട് നിങ്ങക്ക് മനസ്സിലായില്ല? അല്ല, മണിച്ചിത്രത്താഴ് തരില്ല എന്ന് പറഞ്ഞല്ലേ? വലുതാന്നൊക്കെ ഞാൻ പലതും പറയും, അത് കേട്ട് ചേട്ടൻ വിശ്വസിച്ച് എന്റെ തെറ്റല്ല. പക്ഷെ മണി, ഞാൻ വിചാരിച്ചു മണി എന്ന് പറയുമ്പോ ഏത് മനുഷ്യനും മണി കാണുമ്പോ ആദ്യം മണിച്ചിത്രത്താഴ്. ഞാൻ മണിച്ചിത്രത്താഴ് ആലോചിച്ചാ, പക്ഷെ നമ്മൾ നേരത്തെ ചർച്ചയില് മണിച്ചിത്രത്താഴ് ക്ലൂ ആയിട്ട് പറഞ്ഞത് കൊണ്ട് അത് തരില്ല എന്ന് പറഞ്ഞാൽ അത് ചീറ്റിങ് പാടില്ല. എന്റെ മനസ്സിൽ എവിടെ ഉറങ്ങിക്കിടുന്ന ഒരു പ്രതികാരം ഞാൻ ഇവിടെ തീർത്തതാണ്. പക്ഷെ കറക്റ്റ് ആൻസർ ആൻഡ് 2 പോയിന്റ് നേടിയിരിക്കുകയാണ്. ഞാൻ കണ്ണുകൊണ്ട് കാണിച്ചു. കണ്ണുകൊണ്ട് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ലേ?
ചേട്ടാ പണിഷ്മെന്റ്, എന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം തോറ്റു കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോവാണ്. അതല്ല, ചേട്ടൻ എന്തെങ്കിലും മനസ്സിലായോ? അറബിയാണ്. ഓക്കെ, അതായത് ഈ സിനിമയിൽ നമ്മള് ഈ ഒരു വേഷം, ഈ ഒരു അറബിക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അടുത്ത ക്ലൂ കണ്ടിട്ട് മതി. നോക്കാം അടുത്ത ക്ലൂ. നാടോടിക്കാട്ട് പട്ടണപ്രവേശം. ഏതാണ് പട്ടണപ്രവേശം? നാടോടിക്കാറ്റാണോ? നാടോടിക്കാറ്റ് ഒബ്വിയസ്ലി. രണ്ടുപേരും ആൻസർ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യണം? അല്ല, അറബിയെ കാണിച്ചാൽ നമുക്ക് അറബി കഥ എന്ന് പറയാലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പറയണമെന്നില്ല. അതെ, പക്ഷെ ഇത് കണ്ടപ്പോൾ കണ്ടപ്പോഴാണ് നമ്മുടെ പവനായുടെ നാടോടിക്കാറ്റാണ് കറക്റ്റ്. പക്ഷെ ആദ്യം നാടോടിക്കാറ്റ് ആനും പറഞ്ഞു, വിജയ്. അപ്പൊ എന്ത് ചെയ്യും? അല്ല, ഞങ്ങൾ ഒരുമിച്ചല്ലേ മത്സരിക്കുന്നത്. അങ്ങനെയല്ല, ഇതിൽ ഫസ്റ്റ് പറയുന്ന ആൾക്കാണ് സമ്മാനം. രണ്ടുപേർക്കും ശരി, വിജയ്ക്ക് കൊടുക്കാം 1 പോയിന്റ്. പറ്റില്ല. ആദ്യത്തെ പോയിന്റ് എനിക്കുള്ളതാ. അല്ല, ആദ്യത്തെ പോയിന്റും രണ്ടാമത്തെ മത്സരത്താഴും എല്ലാം നാടോടിക്കാറ്റ് എന്നുള്ള പേര് പറഞ്ഞത് ഞാനാണ്. ജൂറി തീരുമാനിക്കുന്നു. ഇത് വിജയ്ക്കുള്ള പോയിന്റ് ആണ്. ഓക്കെ, റെഡി. ഇനി അടുത്ത സിനിമ, 4ാമത്തെ സിനിമ ഏതാണെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാതെ മത്സര ബുദ്ധിയോടെ കളിക്കൂ കുട്ടികളെ. ഇങ്ങനെ ഒരു പലതും പറയും. റെഡി. വീണ്ടും സദ്യയോ? സദ്യയല്ല, ചോറ്, സാമ്പാർ, അവിയല്, പപ്പടം, അച്ചാറ്. എല്ലാ സിനിമയിലും ഉണ്ട്. അതായത് നമ്മളിതിനെ, അതായത് ഒരു ഭക്ഷണം, ചോറ് എന്നുള്ളതിന് നമുക്ക് കണക്ട് ചെയ്യാം. ചോറാണ്. അപ്പൊ ഈ ചോറ് എന്നുള്ള വാക്കൊക്കെ ആ സിനിമയില് അടിപൊളി. അടുത്ത ക്ലൂ എന്താന്ന് ചുമ്മാ ഒന്ന് കാണാം. ചപ്പാത്തി, ചോറ്, ചപ്പാത്തി, നെഹി ചോറ് എന്ന് പറയുന്ന സംഭവമാണ്. പക്ഷെ ആൻ അടിപൊളിയായിട്ട് ആൻസർ പറഞ്ഞു. ചേട്ടന് മനസ്സിലായിരുന്നോ? ഞാൻ അതിലേക്ക് എത്തായിരുന്നു. ചപ്പാത്തി വരുമ്പോഴത്തേക്ക് പറഞ്ഞു. വെരി ഗുഡ്. അപ്പോ 4 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്, അല്ല 3 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഏതാണെന്ന്. എനിക്ക് ആൻ ജയിക്കുന്നതാണോ കാണാനാണ് ഇഷ്ടം? ആയിക്കോട്ടെ. കാണാനാണ് ഇഷ്ടം ഇങ്ങനെയുള്ള മത്സരങ്ങളിലെങ്കിലും. റെഡി. ഫയർമാൻ. അല്ല, തെറ്റാണ്. അതായത് ഈ സിനിമയിൽ ഈ ഒരു ഇത് നോക്ക്, ഇത് രണ്ടും കാണുമ്പോ നമുക്ക് മനസ്സിലാവും. ഇത് രണ്ടും ഒറ്റ സീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു പുലിവാൽ കല്യാണം. കിട്ടിയിരുന്നോ? ഇല്ല. കറക്റ്റ്. അപ്പോ അങ്ങനെ 2 പോയിന്റ് നമ്മുടെ വിജയ് ബാബുവിന് കിട്ടിയിരിക്കുകയാണ്. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഏതാണെന്ന്. അതിലെ ഉത്തരം പറഞ്ഞത് രണ്ടുപേരും സമമാവും കേട്ടോ. പുഷ്പയോ? രക്തചന്ദനമാണല്ലോ. അടുത്ത ക്ലൂ കാണണം. യെസ്, ചേട്ടാ ഉറപ്പിച്ചോ? പുഷ്പയിൽ ഉറപ്പിച്ചോ? പുഷ്പ. പക്ഷെ ചേട്ടനാണ് ആദ്യത്തെ ക്ലൂവിൽ തന്നെ പറഞ്ഞത്. സൂപ്പർ. പക്ഷെ ആൻ ആദ്യം പുഷ്പ എന്ന് പറഞ്ഞപ്പോ വിചാരിച്ചില്ല, അതായിരിക്കും വിചാരിച്ചില്ല അല്ലെ? അതെ, കറക്റ്റ്, പുഷ്പ തന്നെ. അപ്പൊ ഇപ്പൊ രണ്ടുപേരും ഈക്വൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നോ പണിഷ്മെന്റ്. ടൈ ബ്രേക്കർ വേണോ? അല്ലേ? വേണ്ട, നമ്മൾ അര പോയിന്റ് ആവും. രണ്ടുപേർക്കും അങ്ങ് ഒരുമിച്ച് അങ്ങ് ജയിച്ചത്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു മാധുര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സൂപ്പർ. അപ്പൊ എന്തായാലും പണിഷ്മെന്റ് തരാൻ പറ്റില്ലല്ലോ. സമ്മാനം തരാം. ഞങ്ങൾ അങ്ങോട്ട് പണിഷ് ചെയ്യണം. എല്ലാം പറഞ്ഞില്ലേ? അങ്ങനെ. പക്ഷെ ഞാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്തില്ലേ? ഓരോ കാര്യം ഇഞ്ചായിട്ട് പറഞ്ഞു. ഇല്ല, എവിടെ ഹെൽപ്പ് ചെയ്തത്? ചോറ് കണ്ടപ്പോ ഇത് ചോറാണ് എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഈ സിനിമയിൽ ചോറ് എന്ന് പറയുന്ന വാക്ക് അത് ഞങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലായി ഈ സിനിമയിൽ ചോറുണ്ടാവും. പക്ഷെ നിങ്ങക്ക് വേണമെങ്കിൽ വിചാരിക്കല്ലോ ഈ സിനിമയിൽ സാമ്പാർ ഉണ്ടാവാം, അവിയലുണ്ടാവാം. അതല്ലേ ആദ്യം പറഞ്ഞത്, ഇത് ചോറ് മറ്റേ സാമ്പാർ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ആണ് പറഞ്ഞത് ചോറ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ അത്യാവശ്യമൊക്കെ ഹെൽപ്പ് ചെയ്തു. കുറച്ചൊക്കെ. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ നമുക്ക് ഓരോരോ പോയിന്റ് കൊടുത്തേക്കാം. അത് വേണ്ട. ഞാൻ എന്തായാലും നിങ്ങൾക്ക് സമ്മാനം ഇട്ടിട്ട് തരാം. ഈ സമ്മാനം നിങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനമായിരിക്കും. ഓക്കെ.